ഇത് എൻ്റെ നാട്, എൻ്റെ ജനത. അതെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ തന്നെ വീണ്ടും മത്സരിക്കാൻ ഉറപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഉത്തരേന്ത്യയിൽ നിന്ന് മത്സരിക്കണമെന്ന ആവശ്യം ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ശക്തമാക്കുന്നതിനിടെയാണ് രാഹുലിന്റെ ഈ പുതിയ നീക്കം. തന്റെ തീരുമാനം രാഹുൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ ഉടൻ തന്നെ അറിയിക്കും. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കണമെന്ന് ഉത്തർപ്രദേശ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. അമേഠിയിൽ രാഹുൽ എത്തുന്നത് കോൺഗ്രസിന് കൂടുതൽ ഊർജം പകരുമെന്നായിരുന്നു നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. രാഹുലിനൊപ്പം പ്രിയങ്ക റായ്ബറേലിയിൽ മത്സരിച്ചാൽ അത് BJPയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരിക്കുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും സമാന രീതിയിലാണ് പ്രതികരിച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും സുരക്ഷിത മണ്ഡലങ്ങളിലൊന്നാണ് വയനാട്. വീണ്ടും അവിടെ മത്സരിക്കുന്നത് BJPയിൽ നിന്നും ഒളിച്ചോടിയെന്ന പ്രതീതി സൃഷ്ടിക്കുമെന്നും മോദിയോടും BJPയോടും നേരിട്ട് ഏറ്റുമുട്ടുകയെന്ന വെല്ലുവിളിയാണ് രാഹുൽ ഏറ്റെടുക്കേണ്ടതെന്നാണ് സഖ്യകക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ അമേഠിയിൽ ഇക്കുറിയും കാര്യങ്ങൾ സുരക്ഷിതമായിരിക്കില്ലെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ ഈ നീക്കം. മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ പാർട്ടിയുടെ സാധ്യതകളെ വയനാട്ടിലെ പിന്മാറ്റം ബാധിച്ചേക്കുമെന്നും രാഹുൽ കരുതുന്നുണ്ട്. രാഹുൽ വയനാട്ടിൽ മത്സരിക്കണമെന്ന് നേരത്തെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടെന്നും അത് ഞങ്ങളുടെ അവകാശമാണെന്നുമായിരുന്നു KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിച്ചത്. രാഹുൽ മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റിനായി മുസ്ലിം ലീഗ് ആവശ്യമുന്നയിച്ചേക്കും. ഈ സാഹചര്യം മുന്നിൽ കണ്ടുള്ള നീക്കം കൂടിയാണിത്. രാഹുൽ വീണ്ടും കേരളത്തിലെത്തിയാൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സീറ്റുകളും ഉറപ്പിക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. ഹിന്ദി ബെൽറ്റിൽ BJPക്കെതിരെ പ്രചരണ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വയനാട് സ്ഥാനാർത്ഥിത്വം രാഹുലിന് ഗുണം ചെയ്യുകയേ ഉള്ളൂവെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാക്കളിൽ ഒരാൾ BJP ശക്തമല്ലാത്ത കേരളത്തിലെത്തി മത്സരിക്കുന്നതിൽ LDF നേതൃത്വത്തിന് കടുത്ത എതിർപ്പാണുള്ളത്. രാഹുൽ ഗാന്ധി ഒളിച്ചോടുകയാണെന്നും ഇന്ത്യ മുന്നണിക്ക് കെട്ടുറപ്പില്ലെന്നുമുള്ള പ്രചരണം BJP ഇതോടെ ശക്തമാക്കുമെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും രാഹുൽ തന്റെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പിറകെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ ഒരുക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് 110 ജില്ലകളിലൂടെ യാത്ര സംഘടിപ്പിക്കുന്നത്. ഭാരത് ജോഡോ യാത്ര പോലെ ന്യായ് യാത്രയും കോൺഗ്രസിന്റെ ജനപ്രീതി വർദ്ധിക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. ജനുവരി 14-ന് യാത്ര ആരംഭിക്കും.